ഒരുക്കിക്കൊണ്ട് മഹാപുണ്യദായകവും ചൈതന്യദായകവുമായ ലക്ഷം ദീപ മഹാസമർപ്പണ യജ്ഞത്തിൽ പങ്കാളികളാവുക. ദേശത്തിന്റെയും വ്യക്തികളുടെയും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ദേവീ സാന്നിധ്യത്തിന്റെയും ദേവസാന്നിധ്യത്തിന്റെയും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തപ്പെടുന്ന ദീപകർമ്മയാഗമാണ് ലക്ഷം ദീപ സമർപ്പണം. സ്വന്തം കൈകൊണ്ടൊരു ദീപമെങ്കിലും സമർപ്പിച്ച് ആത്മനിർവൃതി കൈവരിക്കാൻ, ഈ ലോകത്തിലെ സകല പാപങ്ങളെയും അകറ്റി നന്മ ചൊരിയാൻ കഴിവുള്ളവയായ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഈ പവിത്ര സന്നിധിയിലെ ലക്ഷം ദീപ സമർപ്പണ കർമ്മത്തിൽ പങ്കാളികളാവാൻ ഭക്തസഹസ്രങ്ങളാണ് ഈ പവിത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സാധിപ്പിച്ചു തരുന്നതും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതുമായ ദീപത്തെ കൊണ്ട് വേണം സാധാരണ മനുഷ്യൻ ജയിക്കേണ്ടത് എന്ന് പുരാണങ്ങൾ അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം പ്രതിപാദിക്കുമ്പോൾ ഈ മഹത സന്നിധിയിത മറ്റൊരു മണിദീപം പോലെ തിളങ്ങി നിൽക്കുകയാണ്. സർവൈശ്വര്യദായകനായ ശ്രീ മഹാദേവൻ നിറഞ്ഞു കത്തുന്ന നെയ്വിളക്കിന്റെയും വെള്ളെണ്ണ വിളക്കിന്റെയും പ്രഭാപൂരത്തിൽ കുളിച്ച് ഭക്തമനസ്സുകൾക്ക് ദർശന സായുജ്യമേകുകയാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രമേറ്റു ചൊല്ലിക്കൊണ്ട് വേണം ഭക്തമനസ്സുകൾ ദീപം പകരേണ്ടത്. ഒരുക്കിയിരിക്കുന്ന ദീപസൗകര്യങ്ങളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് വേണം കൂത്തിരി ഉപയോഗിച്ച് ദീപസമർപ്പണം നടത്തേണ്ടത്. ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളിലോ മറ്റോ അഗ്നി പടരാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. കത്തിച്ചതിന് ശേഷം വരുന്ന കൂത്തിരികൾ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി പ്രത്യേക സ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് മാത്രം വെച്ചുകൊണ്ട് സഹകരിക്കുക. ഭക്തജനങ്ങളെ, പൗരാണികതയ്ക്കും പാരമ്പര്യങ്ങൾക്കും കാലത്തിനുമിടയിൽ ചൈതന്യവും പരിവേഷവും കാത്തു സൂക്ഷിക്കുന്ന പുണ്യപുരാതനമായ നീകോത്ത് ശ്രീ തമ്പുരാൻ പെരുന്തൃക്കോവിലപ്പൻ ക്ഷേത്രം അനുബന്ധ ദേവസ്ഥാന സന്നിധികളാലും തീർത്ഥതുല്യമായ ജലസ്രോതസ്സുകളാലും സമ്പന്നമാണ്. ഈ മഹത്ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പരിപാവനതയും കാത്തു സൂക്ഷിക്കേണ്ടത് ഭക്തമനസ്സുകളായ നാം ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. ലക്ഷം ദീപ സമർപ്പണ യജ്ഞത്തിന് ശേഷം ഈ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഭക്തിനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന ലക്ഷം ദീപ സമർപ്പണ കർമ്മത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തമനസ്സുകളോട് അഭ്യർത്ഥിക്കുകയാണ്. ദീപം തെളിയിച്ചതിനു ശേഷമുള്ള കോലത്തിരി സ്വീകരിക്കാൻ നിയോഗിച്ചിട്ടുള്ള വൈദ്യന്മാർ എല്ലാ ഭാഗങ്ങളിലേക്കും ബക്കറ്റുമായി എത്തേണ്ടതാണ്. ആരും തന്നെ കോലത്തിരി അലക്ഷ്യമായി ഒഴിച്ചുകയരുത്. ഭക്തജനങ്ങളെ, കരിയന്ധകാരം വിധിച്ച് നവയുഗത്തിന്റെ ശിൽക്കാലം ദീപപ്രഭയാൻ താളാത്മകമാക്കാൻ എല്ലാ ഭക്തമനസ്സുകളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവണമെന്ന് ഭക്തിപുരസരം അഭ്യർത്ഥിക്കുകയാണ്. മാനവ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അമിതമായ ഈശ്വര ചൈതന്യം പരന്നൊഴുകുകയും മോക്ഷവും മുക്തിയും മാത്രമല്ല നിത്യജീവിതത്തിൽ മനഃശാന്തിയും അവാച്യമായ